ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ ഒരു രാജേഷ്, ആലപ്പുഴയാണ് സ്ഥലം. ബ്രീഡിംഗ് ബോക്സിന് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് വന്നിട്ട് ഗ്രേ പാരൻ്റെ ബോക്സാണ്. ഗ്രേ പാരൻ്റെ ബോക്സ് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് നല്ല ഫിനിഷിങ് ബോക്സാണ്. എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ ബോക്സിലും നല്ല ഫിനിഷ് ചെയ്താണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സൈഡെല്ലാം ചാനലടിച്ച്, മൗത്തെല്ലാം ചാനലടിച്ച്, അതേപോലെ തന്നെ സാൻഡർ ചെയ്ത് ഫിനിഷ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ഈ ബോക്സ് ഓർഡർ ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞ് എനിക്ക് അകത്ത് ഷീറ്റ് അടിച്ചു തരണമെന്ന് പറഞ്ഞ്, ബോക്സിൻ്റെ അകത്ത് ഷീറ്റ് അടിക്കണമെന്ന് പറഞ്ഞു. ഈ ബോക്സിൻ്റെ അകത്ത് ഷീറ്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, ചേട്ടാ നമുക്കത് അടിക്കുന്ന ആവശ്യമുണ്ടോ? അപ്പോൾ ബോക്സ് കൊത്തിപ്പറിച്ച് കളയും എന്നുള്ള ഒരൊറ്റ കംപ്ലൈൻ്റാണ് പുള്ളി പറയുന്നത്. ശരിയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ അകം കംപ്ലീറ്റ് നമുക്ക് നെറ്റാക്കാമെന്ന് പറഞ്ഞു. ബോക്സിൻ്റെ അകം മൊത്തം നെറ്റാക്കുക. കാര്യം നെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവർക്ക് കടിച്ച് മുറിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അടിവശത്തെ പലക എന്ന് പറയുന്നത് ഒരു ലെയർ അല്ല, 2 ലെയർ പലകയാണ് വന്നിരിക്കുന്നത്. 2 ലെയർ പലക ആയതുകൊണ്ട് ഒരു ലെയർ പോയാലും അടുത്തൊരു ലെയർ കൂടി എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ തകിടിൻ്റെ ബോക്സ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്നും ആലോചിച്ച് നോക്കിയാൽ മതിയില്ല. നമ്മളൊരു ഡ്രസ്സ് വർക്കിൻ്റെ അടിയിലിരിക്കുമ്പം ഉണ്ടാകുന്ന ആ ചൂടിനെ കുറിച്ചൊന്നും ആലോചിച്ചുകൊണ്ടോ? ഇച്ചിരി പൊക്കം കുറഞ്ഞൊരു ഡ്രസ്സ് വർക്കാണെന്ന് വിചാരിക്കുക, എന്ത് ചൂടായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് വരുന്ന ചൂടൊന്നും ആലോചിച്ച് നോക്കിയാൽ പോരെ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ബേഡ് എഗ് ചെയ്യും, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഫെർട്ടിലിറ്റി ഉണ്ടാവും. പക്ഷെ എഗ്ഗ് വിരിയണമെങ്കിൽ അതിന് ഹ്യൂമിഡിറ്റി നന്നായിട്ട് വേണം. ആ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് തടിക്ക് മാത്രമേ ഉള്ളൂ. മറ്റേതെന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി ഉണ്ടാവും. നമ്മൾ എഗ്ഗ് എടുത്ത് നോക്കിയാൽ ഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എഗ്ഗിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞുങ്ങൾ എത്തും. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. കാര്യം ഈ ചെറിയ ബോക്സിൻ്റെ അകത്ത് ആ ടെമ്പറേച്ചർ ഒന്ന് ആലോചിക്കുക. നമ്മൾ ക്ലൈമറ്റ് ചൂടാകുന്നതനുസരിച്ച് തന്നെ ഈ മെറ്റൽ ബോക്സ് ചൂടായിക്കൊണ്ടിരിക്കും. തണുക്കുന്നതനുസരിച്ച് മെറ്റലും തണുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റത്തില്ല ടെമ്പറേച്ചർ. തടിയാകുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ബോക്സ് നശിപ്പിക്കാമെന്നുള്ള ഒരു സമ്പ്രദായമാണെങ്കിൽ, ബേഡ് കാണിക്കുന്നെങ്കിൽ അത് നെറ്റ് അടിച്ചാൽ മതി. എൻ്റെ അകം ഫുള്ള് നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ അരക്കര 10 കേജിൻ്റെ മെഷ് അടിച്ചു കഴിഞ്ഞാൽ, ആ മെഷ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആണി വെക്കാതിരിക്കുക, സ്ക്രൂ തന്നെ വെക്കുക. കാരണം സ്ക്രൂ വെച്ച് കഴിയുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്ത് കയറും. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിന് കംപ്ലൈൻറ്റ് വരത്തില്ല. അവൻ ആ നെറ്റ് പെട്ടെന്ന് ഇളകി പോരുക പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ വേണം ബോക്സ് ചെയ്യാൻ. അതുകൊണ്ട് ആവശ്യക്കാരെങ്കിലും അറിയിക്കുക. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ.